എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ അപ്പാപ്പൻ ആളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ 3 പേരെയും ഇപ്പോൾ അപ്പാപ്പൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റിയിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ട്രെയിനിങ് അതിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് മുൻപായിട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് വെൽ ഡ്രസ്ഡ് ആയിരിക്കണം എന്ന് പറഞ്ഞ് അപ്പാപ്പനാണെങ്കിൽ ഇപ്പോൾ ഒരു ബോട്ടിലേക്ക് കയറും. അതിനുശേഷം മൊട്ടപ്പനും ഗോക്കുവും ലോഞ്ച് പെണ്ണും അവരെല്ലാവരും ആ ബോട്ടിലേക്ക് കയറുകയാണ്. അപ്പാപ്പൻ വമ്പ ഫോഴ്സിൽ ബോട്ട് അങ്ങനെ മുൻപോട്ടേക്ക് കുതിപ്പിക്കും. ആള് ആ ലോഞ്ച് പെണ്ണിനോട് പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ഒരു കാര്യം നീ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും നീ തുമ്മാൻ പാടില്ല. അതിനവൾ ചിരിച്ച് ഞാൻ മാക്സിമം തുമ്മാതിരിക്കാനായിട്ട് ശ്രമിക്കുമെന്ന് അപ്പാപ്പനോട് പറയും. കാരണം തുമ്മിയാലുണ്ടാവുന്ന ഭവിഷ്യത്ത് അത് അപ്പാപ്പനും നമ്മുടെ ആൾക്കാർക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ ഈച്ച വന്ന് മുഖത്തേക്ക് കയറി ലോഞ്ച് പെണ്ണ് അവളാണെങ്കിൽ ആഞ്ഞു തുമ്മും. അടുത്ത നിമിഷം അവളുടെ ഉള്ളിലുള്ള ആ പുരുഷ വിരോധി മോൺസ്റ്റർ ലേഡി അത് പുറത്തേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും അവൾ ആഞ്ഞു തുമ്മിയപ്പോഴാണ് നോർമലായി മാറിയത്. ആ കാര്യമെല്ലാം ഓർത്ത് അപ്പാപ്പനാണെങ്കിൽ കുറച്ച് ടെൻഷനാവും. ഗോക്കുവിനും മുട്ടപ്പനും അല്പം പേടിയൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും അവർ ഹാപ്പിയാണ്. കാരണം ആ ഗ്രാൻഡ് ആഗ്രഹിച്ചതുപോലെ തന്നെ ആൾക്കൊരു അസിസ്റ്റന്റിനെ കിട്ടി, ആൾക്കൊരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി. മാത്രമല്ല അവർ ആഗ്രഹിച്ചതുപോലെ ഇപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താൽ അവരിപ്പോൾ ഒരു ഐലാൻഡിലേക്ക് എത്തുകയാണ്. ആ ഐലാൻഡിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു നല്ല വീട്, അതിൻ്റെ ഒരുപാട് ദൂരത്തായിട്ട് ഒരു വോൾക്കാനോ അതങ്ങനെ കത്തി എരിയാണ്. അപ്പാപ്പനാണെങ്കിൽ ഇപ്പോൾ ലോഞ്ചിനോടും മുട്ടപ്പനോടും പറയും, ഡിന്നറിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ആയോധന കല അത് പരിശീലിപ്പിക്കാം. അതിരിക്കട്ടെ ഗോക്കു അവനെവിടെ? അതിനവള് പറയും, അവൻ ഈ ഒരു ഐലാൻഡ് ഒരുപാട് ഇഷ്ടമായി, അവൻ അവൻ്റെ ക്ലൗഡിൽ കയറി ഈ ഒരു ഐലാൻഡ് മുഴുവൻ ചുറ്റി നടന്ന് കാണുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ഗോക്കു അവൻ ആ ക്ലൗഡിൽ ആ ഐലാൻഡ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ ഒരു ഐലാൻഡ് മുഴുവൻ ചുറ്റിക്കറങ്ങി ഇപ്പൊ തിരികെ അവിടേക്ക് വരികയാണ്. ഗോക്കു ആണെങ്കിൽ ഗ്രാൻഡ് പിയോട് പറയും, ഓ നോ, ഇവിടെ ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് ജനങ്ങൾ ഈ ഒരു ഐലാൻഡിൽ താമസിക്കുന്നുണ്ട്. അതിന് അപ്പാപ്പൻ പറയും, അവരെല്ലാം സാധാരണക്കാരാണ്, പാവം ജനങ്ങളാണ്, അവരെ കൊണ്ട് ആർക്കും യാതൊരു ശല്യവും ഇല്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്കും ഭയങ്കര ആശ്വാസം. മാസ്റ്റർ ആണെങ്കിൽ ട്രെയിനിങ് അത് സ്റ്റാർട്ട് ചെയ്യും. അതിനാ ലോഞ്ച് പെണ്ണ് അവൾ ചോദിക്കും, ഞാനും ഇവരോടൊപ്പം ട്രെയിൻ ചെയ്യട്ടെ? അതിന് അപ്പാപ്പൻ പറയും, അത് നിന്റെ ഇഷ്ടമാണ്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇവരോടൊപ്പം ട്രെയിനിങ് എടുക്കാം. ട്രെയിനിങ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, പക്ഷെ ഒരു കാരണവശാലും നീ തുമ്മരുത്, പെണ്ണുമായിട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യരുത്. അവളാണെങ്കിൽ അത് കേട്ട് ചിരിക്കാൻ തുടങ്ങും. അടുത്ത നിമിഷം അവൾ വാ തുറക്കുകയാണ്. അത് കാണേണ്ട താമസം നമ്മുടെ ആൾക്കാർ 3 പേരും 100-110 ഓടി ഒരു പാറയുടെ പിന്നിൽ വന്ന് അങ്ങനെ ഒളിച്ചു നിൽക്കും. അവൾ ആക്ച്വലി തുമ്മാനായിട്ട് വാ തുറന്നതല്ല, മറിച്ച് കോട്ടുവായി ഇട്ടതാണ്. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു, ട്രെയിനിങ് ഞാൻ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞ് അവളിപ്പോൾ അകത്തേക്ക് കയറിപ്പോവും. അപ്പാപ്പനാണെങ്കിൽ ചാടി എഴുന്നേറ്റ് ആ മൊട്ടപ്പനോട് പറയും, നിങ്ങൾക്ക് നാണമില്ലേ ഇതുപോലെ പേടിക്കാൻ? നിങ്ങൾ ആയോധന കല പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്, ഒരു കാരണവശാലും കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ പേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പാപ്പനാണെങ്കിൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ആരംഭിക്കും. അപ്പാപ്പനാണെങ്കിൽ അവരോട് പറയും, ആദ്യത്തെ ട്രെയിനിങ് അത് തരുന്നതിന് മുൻപ് നിങ്ങളുടെ പവറും വേഗതയൊക്കെ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. സോ ഇവിടം തൊട്ട് ആ കാണുന്ന മരം വരെ നിങ്ങൾ ഓടണം. ആർക്കാണ് ഏറ്റവും സ്പീഡിൽ അവിടെ ഓടി എത്താൻ പറ്റുകയെന്ന് ഞാൻ ചെക്ക് ചെയ്യുമെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ആദ്യം ഓടാൻ തയ്യാറായിട്ട് നിൽക്കും. അപ്പാപ്പൻ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഓൺ യുവർ മാർക്ക് സെറ്റ് ഗെറ്റ് ഗോ. അത് കേൾക്കേണ്ട താമസം മൊട്ടപ്പനാണെങ്കിൽ ഓടി ആ മരത്തിന്റെ അടുത്തേക്ക് അടുക്കുകയാണ്. അവൻ 10.4 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യും. മൊട്ടപ്പനാണെങ്കിൽ വലിയ ആറ്റിറ്റ്യൂഡിൽ പറയും, സത്യത്തിൽ ഞാൻ 10.1 തീർക്കുന്നതാണ്, ഇന്ന് എന്താണെന്ന് അറിയില്ല, നല്ല കാറ്റുണ്ട്, അതുകൊണ്ടാണ് ഒരല്പം വേഗത കുറഞ്ഞു പോയത്. അതിനുശേഷം ഇപ്പോൾ ഗോക്കു അവനാണെങ്കിൽ ഓടാൻ തയ്യാറാവുകയാണ്. അപ്പാപ്പൻ്റെ ഇൻസ്ട്രക്ഷൻ കിട്ടി അവനും ഓടി ആ മരത്തിന്റെ അടുത്തേക്ക് വരും. പക്ഷെ 11 സെക്കൻഡ് കൊണ്ടാണ് ഗോക്കു ആ മരത്തിന്റെ അടുത്തേക്ക് എത്തുക. അപ്പാപ്പനാണെങ്കിൽ ഗോക്കുയെ അഭിനന്ദിക്കും, നീയും നല്ല സ്പീഡിൽ ഓടി, പക്ഷെ മത്സരത്തിൽ ജയിച്ചത് മൊട്ടപ്പനാണ്. ഉടനെ ഗോക്കു ആണെങ്കിൽ അപ്പാപ്പനോട് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യും, ആക്ച്വലി എൻ്റെ ഷൂ അത് കയറി ഇരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നുകൂടെ ഓടാനായിട്ട് അവസരം തരണം. അപ്പാപ്പനാണെങ്കിൽ അതിന് ഓക്കെ പറയും. ഗോക്കു ആണെങ്കിൽ അവൻ്റെ ഷൂ ചേഞ്ച് ചെയ്ത് അടുത്ത നിമിഷം അവൻ്റെ ഓട്ടം ആരംഭിക്കുകയാണ്. വെറും 8 സെക്കൻഡുകൾ കൊണ്ട് ഗോക്കു അവൻ്റെ ലാപ്പ് അത് കംപ്ലീറ്റ് ചെയ്യും. അത് കണ്ട് മൊട്ടപ്പനാണെങ്കിൽ ഫ്ലാറ്റായി താഴേക്ക് വീഴുകയാണ്. വാവ്, സത്യത്തിൽ ആരാ നിന്നെ ഇത്രയും നന്നായിട്ട് ഓടാനായിട്ട് ട്രെയിൻ ചെയ്തത്? അതിന് ഗോക്കു പറയും, ആരുമല്ല, ഞാൻ ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്തതാണ്. അപ്പാപ്പനാണെങ്കിൽ 2 പേരെ അഭിനന്ദിക്കും, നിങ്ങൾക്ക് 2 പേർക്കും നല്ല കഴിവുണ്ട്, ഇനി ഒരു തവണ ഞാനൊന്ന് ഓടാം, നിങ്ങൾ എൻ്റെ ടൈം ചെക്ക് ചെയ്യാൻ പറഞ്ഞ് ആളിപ്പോൾ വാമപ്പ് ചെയ്യും. അപ്പാപ്പനാണെങ്കിൽ ആദ്യം ആളുടെ ആ ഒരു തോട് അത് വലിച്ചെറിഞ്ഞ് മുൻപിലുണ്ടായിരുന്ന ഒരു പാറ തകർക്കും. അതിനുശേഷം ഉഷാറായിട്ട് ഓടി
5.6 സെക്കൻഡ് കൊണ്ട് ആ ഒരു ഓട്ടം കംപ്ലീറ്റ് ചെയ്യും. ഗോക്കു ആണെങ്കിൽ മാസ്റ്ററിനോട് പറയും, വാവു, മാസ്റ്ററിന്റെ സ്പീഡ് അത് ശരിക്കും അൺബീറ്റബിൾ ആണ്, ഞങ്ങൾക്കും ഇതുപോലെ പെർഫോം ചെയ്യണം. അതിന് മാസ്റ്റർ ആദ്യം ായിട്ട് ബോസ് വെല്ലോ അത് ആവശ്യപ്പെടും. അതിന് മുട്ടപ്പനാണെങ്കിൽ അത് എടുക്കാനായി വീട്ടിലേക്ക് കയറും. പക്ഷെ അടുത്ത നിമിഷം ആ പെണ്ണാണെങ്കിൽ ആഞ്ഞു തുമ്മാണ്. അവള് തുമ്മി മോൺസ്റ്ററായി മാറി ഇപ്പോ അവന്റെ പിന്നാലെ ഓടും. അത് കണ്ട് ഇവിടെ അപ്പാപ്പനും ഗോക്കുവും അവർ രണ്ടുപേരും മറഞ്ഞു നിൽക്കുകയാണ്. കട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ അവൾ വീണ്ടും തുമ്മി നോർമലായി തീരും. അവൾ താഴേക്ക് നോക്കും. അവളുടെ കത്തി അത് ആ മുട്ടപ്പന്റെ തൊട്ടടുത്ത് തറച്ചിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇവിടെ മുട്ടപ്പനാണെങ്കിൽ ആ കത്തി കണ്ട് അങ്ങനെ ബോധം കെട്ട് താഴെ വീഴും. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത അവരെല്ലാവരും ഇപ്പൊ ഡിന്നർ കഴിക്കാനായിട്ട് തയ്യാറാവുകയാണ്. ഉടനെ അപ്പാപ്പൻ പറയും, നിങ്ങൾ രണ്ടുപേരും ഡിന്നർ കഴിക്കുന്നതിന് മുൻപ് ഒരു മിഷൻ കൂടെ നിങ്ങൾ പാസ്സാവണം. അത് കേൾക്കുമ്പോൾ മൊട്ടപ്പനും ഗോക്കുവിനും അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ആവേശം. അപ്പാപ്പനാണെങ്കിൽ ഒരു കല്ലെടുത്ത് അതിൽ എന്തോ ഒന്ന് എഴുതും. അത് അവർക്ക് രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കും. അതിനുശേഷം വമ്പ ഫോഴ്സിൽ ആ ഒരു കല്ല് ഒരുപാട് ദൂരേക്ക് വലിച്ചെറിയാണ്. കല്ലാണെങ്കിൽ എവിടേക്കോ തെറിച്ചു പോവും. അപ്പാപ്പൻ പറയും, നിങ്ങളുടെ മിഷൻ അത് മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ എറിഞ്ഞ ആ ഒരു കല്ല് അത് കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യുക എന്നതാണ്. ആ കല്ല് ആരാണോ കണ്ടെത്തുന്നത് അവർക്കായിരിക്കും ഇന്ന് ഡിന്നർ കിട്ടുക. അത് കണ്ടെത്താൻ കഴിയാതെ ഫെയിലായി പോകുന്നവർക്ക് ഇന്ന് ഡിന്നർ കിട്ടില്ല. ഇത് വലിയൊരു ട്രെയിനിങ് തന്നെയാണ്. ഒരു കാരണവശാലും ഇത് നിസ്സാരമായിട്ട് കണക്കാക്കുവാനായിട്ട് പാടുള്ളതല്ല. ഇതിനാവശ്യം നല്ല ക്ഷമയും കോൺസെൻട്രേഷനും ഒക്കെയാണ്. അങ്ങനെ നിങ്ങൾക്ക് ക്ഷമയും ശാന്ത മനസ്സൊക്കെ ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ അഭ്യാസങ്ങളെല്ലാം പഠിച്ചെടുക്കാനും കറക്റ്റായിട്ട് പ്രയോഗിക്കാനും സാധിക്കുക. അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് കണ്ടെത്താനായില്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇന്ന് പട്ടിണിയായിരിക്കും. അത് കേട്ട് നമ്മുടെ മൊട്ടപ്പനും ഗോക്കും അവർ രണ്ടുപേരും തലയ്ക്ക് കൈ കൊടുക്കും. അപ്പാപ്പനാണെങ്കിൽ അവരുടെ ടൈം അത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. ഉടനെ മൊട്ടപ്പനും ഗോക്കും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ഓടി ആ ഒരു ക്ലിഫിന്റെ ബ്രിമ്മിലേക്ക് വരും. മൊട്ടപ്പനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി താഴേക്ക് എങ്ങനെ പോകുന്നു ചിന്തിക്കും. ആ സമയം ഗോക്കു ആണെങ്കിൽ താഴേക്ക് എടുത്തു ചാടി ഫ്ലൈ ചെയ്ത് പോവാണ്. ഗോക്കു ആണെങ്കിൽ താഴെ അടിച്ചു വീഴും. മൊട്ടപ്പനാണെങ്കിൽ ഗോക്കുവിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കും. അതിന് ഗോക്കു പറയും, ഞാനിത് സ്ഥിരം ചെയ്യുന്നതാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ച് വേദന എടുത്തു, ഉറപ്പായാലും ഞാൻ തന്നെ ആ കല്ല് കണ്ടെത്തുന്നു പറഞ്ഞ് അവനാണെങ്കിൽ അപ്പാപ്പന്റെ സ്മെല്ല് അത് ആ കല്ലിൽ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി സ്മെല്ല് ചെയ്ത് ആ കല്ല് അന്വേഷിക്കും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓ നോ, ഗോക്കു അവൻ ഫസ്റ്റ് താഴേക്ക് ചാടി. തീർച്ചയായിട്ടും അവൻ തന്നെ അത് കണ്ടെത്തും. എനിക്ക് എന്തെങ്കിലും ചെയ്ത് ആ കല്ല് അത് കണ്ടെത്തിയേ പറ്റൂ. അതല്ല എങ്കിൽ വലിയ കുഴപ്പമാണ്. നൈറ്റ് എനിക്ക് പട്ടിണി കിടക്കാനായിട്ട് കഴിയില്ല. ഞാൻ എങ്ങനെ ഈ ഗെയിമിൽ ജയിക്കുമെന്ന് ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോഴായിരിക്കും അവനൊരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. എന്തുകൊണ്ട് എനിക്ക് തന്നെ അത്തരത്തിലൊരു കല്ല് അത് മേക്ക് ചെയ്തുകൂടാ, എന്നിട്ട് ആ കല്ല് കൊടുത്ത് നൈസായിട്ട് മാസ്റ്റർ പറ്റിക്കാം. അതൊരു നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അടുത്ത് കണ്ട ഒരു വീടിന്റെ ഡോർ നോക്ക് ചെയ്യും. ഒരു സ്ത്രീ പുറത്തേക്ക് വരും. അവരോട് അവനൊരു പേന ആവശ്യപ്പെടും. അവൻ ആ പേന മേടിച്ച് ഇപ്പൊ മാസ്റ്റർ ആ കല്ലിൽ എഴുതിയതുപോലെ തന്നെ എഴുതി പേന തിരികെ കൊടുത്ത് മാസ്റ്റർ ലക്ഷ്യമാക്കി ഓടുകയാണ്. ഗോക്കു ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ആ കല്ലിന്റെ സ്മെല്ല് ചെയ്ത് അത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇവിടെ അപ്പാപ്പൻ കിച്ചണിലേക്ക് വരികയാണ്. ആ ലോഞ്ച് പെണ്ണ് അവളാണെങ്കിൽ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി വെജിറ്റബിൾസ് കട്ട് ചെയ്യാണ്. അവളുടെ ആകാര വടിവൊക്കെ കണ്ട് അപ്പാപ്പനാണെങ്കിൽ വല്ലാതെ റൊമാൻറ്റിക്കായി അവളുടെ തൊട്ടടുത്തേക്ക് വരും. അദ്ദേഹം അവളെ ടച്ച് ചെയ്യാൻ നോക്കുന്ന അടുത്ത നിമിഷം നമ്മുടെ മൊട്ടപ്പൻ അവൻ അവിടേക്ക് ഓടിയെത്തുകയാണ്. അവൻ അവിടേക്ക് വരുന്ന ശബ്ദം കേട്ട് അവൾ കത്തിയുമായിട്ട് ടേൺ ചെയ്യും. അപ്പാപ്പനാണെങ്കിൽ കത്തി കണ്ട് പേടിച്ചങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീഴും. അവൾ ചോദിക്കും, അയ്യോ എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് അപ്പാപ്പൻ പറയും, ഒന്നുമില്ല, ഞാൻ ഇവിടേക്ക് വന്ന് ഡിന്നർ സ്പെഷ്യൽ ഫുഡുകൾ അതെന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നിന്റെ കുക്കിംഗ് നടക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പാപ്പനാണെങ്കിൽ പുറത്തേക്ക് വരും. മൊട്ടപ്പനാണെങ്കിൽ അവൻ ഫേക്കായിട്ട് ഉണ്ടാക്കിയ ആ കല്ല് അത് അപ്പാപ്പനെ ഏൽപ്പിക്കുകയാണ്. ആ കല്ലാണെങ്കിൽ അപ്പാപ്പൻ കറക്റ്റായിട്ടൊന്ന് പരിശോധിക്കും. അതിനുശേഷം അവൻ്റെ തലയ്ക്ക് തന്നെ അത് ആഞ്ഞെറിയാണ്. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിക്കാൻ ശ്രമിക്കും? ഇതെൻ്റെ കൈയക്ഷരമല്ല, നിനക്കെന്നല്ല ആർക്കും എന്നെ വിഡ്ഢിയാക്കാൻ കഴിയില്ല എന്ന് പറയും. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അപ്പൊ ദൂരത്തുനിന്നായിട്ട് ഗോക്കു അവൻ ഹാപ്പി ആയിട്ട് ആ കല്ല് കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടുന്ന ശബ്ദം അവൻ കേൾക്കും. മൊട്ടപ്പനാണെങ്കിൽ ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. വാവ് ഗോക്കു, നീ അത് കണ്ടുപിടിച്ചോ? അതിന് ഗോക്കു പറയും, അതെ, ഇതില് മാസ്റ്ററിന്റെ സ്മെല്ലുണ്ട്. മാത്രമല്ല അദ്ദേഹം എഴുതിയ അതേ കാര്യവും കയ്യക്ഷരവും തന്നെയാണ് ഈ കല്ലിലുള്ളത്. ഉടനെ മൊട്ടപ്പനാണെങ്കിൽ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് ആ കല്ലൊന്ന് ചോദിക്കും. നിനക്ക് വിരോധമില്ലെങ്കിൽ ഞാനത് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഉടനെ ഗോക്കു ആണെങ്കിൽ അത് അവന്റെ കയ്യിൽ കൊടുക്കും. അടുത്ത നിമിഷം അവൻ ആ കല്ലുമായിട്ട് ഇപ്പൊ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. ആ മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ വലിയൊരു ബ്രിഡ്ജ് അത് ക്രോസ് ചെയ്യും. ഗോക്കു അവൻ പകുതി എത്തുന്ന സമയം അവൻ ആ ഒരു ബ്രിഡ്ജ് തകർത്ത് താഴേക്ക് ഇടുകയാണ്.
ഗോകു കൺട്രോൾ പോയി താഴേക്ക് വീഴും. മൊട്ടപ്പനാണെങ്കിൽ ഹാപ്പി ആയിട്ട് മുൻപോട്ടേക്ക് ഓടുമ്പോഴായിരിക്കും നമ്മുടെ ഗോകു അവൻ വീണ്ടും മുകളിലേക്ക് ചാടി വന്ന് അവന്റെ പിന്നാലെ വരിക. വേറെ വഴിയില്ല, എന്റെ മുൻപിൽ വേറെ വഴിയില്ല, ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അതിന് ഗോകുവും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും, ഫൈറ്റ് ചെയ്ത് നിനക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയ ഒരു കാരണവശാലും മാസ്റ്ററിനോട് കംപ്ലൈന്റ് പറയരുത്. അതിന് ഗോകു ഓക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഫൈറ്റിനൊടുവിൽ നമ്മുടെ ഗോകു അവൻ ജയിക്കുകയാണ്. വേറെ വഴിയില്ലാതെ മൊട്ടപ്പനാണെങ്കിൽ ആ കല്ല് കയ്യിലെടുക്കും. അതിനുശേഷം അത് ഗോകുവിന് കൊടുക്കാനായിട്ട് നീട്ടി അടുത്ത നിമിഷം അത് ദൂരേക്ക് വലിച്ചെറിയും. ഗോകു ആണെങ്കിൽ ആ കല്ലിന്റെ പിന്നാലെ ഓടും. അത് കണ്ട മൊട്ടപ്പന് ഭയങ്കര സന്തോഷം. കാരണം ആ ഫേക്ക് കല്ലാണ് അവൻ വലിച്ചെറിഞ്ഞത്. അവൻ ആ റിയൽ കല്ലുമായിട്ട് ഇപ്പൊ വീണ്ടും മാസ്റ്റർ അടുത്തേക്ക് ഓടും. അതേസമയം മാസ്റ്റർ ആണെങ്കിൽ വീണ്ടും ഇവിടെ അവളെ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കറക്റ്റ് സമയത്ത് അവൻ അവിടേക്ക് ഓടിയെത്തും. മാസ്റ്റർ ആണെങ്കിൽ കാല് വഴുതി അങ്ങനെ തറയിൽ അടിച്ചു വീഴുകയാണ്. അവൻ ആ കല്ല് മാസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിക്കും. വാവ്, ഇത് കറക്റ്റ് കല്ലാണ്, നീ ഇതിൽ വിജയിച്ചു എന്ന് പറഞ്ഞ് അല്പസമയം കഴിഞ്ഞ് അവർ മൂന്നുപേരും രുചികരമായിട്ടുള്ള ഫുഡ് കഴിക്കുകയാണ്. പാവം ഗോകു അവനാണെങ്കിൽ അതിൽ തോറ്റ് കഴിക്കുന്നത് നോക്കി നിൽക്കും. മൊട്ടപ്പനും അപ്പൂപ്പനും അവർ രണ്ടുപേരും ആ സൂപ്പ് ദാർത്തിയോടെ വാരി വാരി കുടിക്കും. അപ്പാപ്പനാണെങ്കിൽ അതെന്ത് ഫിഷാണെന്ന് ചോദിക്കും. അതിന് അവള് പറയും ബഫർ ഫിഷ്. അടുത്ത നിമിഷം അപ്പാപ്പൻ ഷോക്കായിട്ട് പറയും, ഓ നോ, ബഫർ ഫിഷ് അത് പോയിസൺ ഫിഷാണ്, ഒരു കാരണവശാലും അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സൂപ്പ് കുടിച്ച മൊട്ടപ്പനും അപ്പാപ്പനും അവർ രണ്ടുപേരും കിറങ്ങി താഴേക്ക് വീഴും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ഗോകു അവനാണെങ്കിൽ എപ്പോഴത്തേതും പോലെ പ്രാക്ടീസ് ചെയ്യാൻ പുറത്തേക്ക് ഓടിയെത്തും. ഇവിടെ അപ്പാപ്പൻ ആൾക്കാണെങ്കിൽ ഒട്ടും വയ്യാതെ ടയർഡായി വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.